മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു തോരനാണ്. എന്ത് തോരനാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സർപ്രൈസ് വരാൻ പോവാണ്. എന്ത് തോരനാണെന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ തെങ്ങിൻ ചൊട്ട തോരൻ ഉണ്ടാക്കുന്നതിനായിട്ട് തെങ്ങിൻ ചൊട്ട എടുത്തിട്ടുണ്ട്. ഇതിന് എല്ലാ നാട്ടിലും എന്താണ് പേര് പറയാന്നറിയില്ല. നമ്മുടെ ഇവിടെ തെങ്ങിൻ്റെ ചൊട്ട എന്നാണ് പറയുക. നമ്മൾ തെങ്ങ് വെട്ടുമ്പോൾ നമ്മുടെ തെങ്ങിൻ്റെ തലഭാഗത്ത് ഏറ്റവും ഉള്ളിൽ, തെങ്ങിൻ്റെ പൂക്കിലേക്ക് എടുത്തു കഴിഞ്ഞ് ഏറ്റവും ഉള്ളിലുള്ള ഭാഗത്ത് വരുന്ന പോർഷനാണിത്. ഇതുകൊണ്ടാണ് നമ്മൾ ഇന്ന് തോരൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ തോരനായിട്ട് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ സാധാരണ തോരന് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. അപ്പോൾ നമ്മളിത് ഈ തെങ്ങിൻ്റെ ചൊട്ട നമ്മൾ തോരൻ്റെ പാകത്തിൽ മുറിച്ചെടുക്കുക, ചെറുതായിട്ട് മുറിച്ചെടുക്കുക. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങ, പച്ചമുളക്, ഉള്ളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ചേർക്കുമ്പോൾ പറയാം. ആദ്യം നമുക്ക് തെങ്ങിൻ്റെ ചൊട്ടയൊന്ന് മുറിച്ചെടുക്കാം. ചോപ്പിംഗ് ബോർഡ് അപ്പോൾ നമുക്ക് നമ്മുടെ തെങ്ങിൻ്റെ ചൊട്ട ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഒരുപാട് വലിയ കഷ്ണങ്ങളല്ല, ഒരുപാട് ചെറിയ കഷ്ണങ്ങളല്ലാതെയാണ് നമ്മൾ മുറിക്കുന്നത്. ഇതിനധികം കുക്കിംഗ് ടൈമൊന്നുമില്ല, അതുകൊണ്ട് വേഗം കുക്കായി കിട്ടും. അപ്പോൾ നമ്മൾ കുറച്ച് വലിയ പീസുകളായിട്ട് മുറിച്ചാലും കുഴപ്പമൊന്നുമില്ല. അധികം ബലമൊന്നും കൊടുക്കണ്ട കേട്ടോ, വളരെ സോഫ്റ്റാണിത്. നമുക്ക് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. തോരൻ വെച്ചാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ വെറുതെ കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ തന്നെ കഴിച്ച് തീർത്തോളൂ. വെറുതെ കഴിച്ച് തീരാത്തതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ തോരൻ വെക്കാൻ പോകുന്നത്. എല്ലാവരും കഴിച്ചിട്ടും കുറച്ച് ബാക്കിയുണ്ട്, അപ്പോൾ അതുകൊണ്ട് തോരൻ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ എന്താ കാണിച്ചു തരാം ഏത് വലിപ്പത്തിലാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളതെന്ന്. നമ്മളിതാ ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ നമുക്കിത് മുഴുവനും കട്ട് ചെയ്തെടുക്കാം. ഞാനൊരു ബൗളിലേക്ക് മാറ്റാണ് കട്ട് ചെയ്തത്. അപ്പോൾ നമ്മുടെ തെങ്ങിൻ്റെ ചൊട്ടയെല്ലാം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത്, നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു 2 പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 വെളുത്തുള്ളി, 3 ഉള്ളി, 3 പച്ചമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ നല്ല ജീരകം, ഒരു 5-6 ഇതിൽ കറിവേപ്പില. ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം ചേർത്ത് ഞാനൊന്ന് മിക്സിയിൽ കറക്കിയെടുക്കാൻ പോവാണ്. തോരൻ്റെ പാകത്തിൽ കറക്കിയെടുക്കുന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ ഇതാ നമ്മുടെ തോരൻ്റെ പാകത്തിൽ തേങ്ങ ഒതുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തോരൻ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ എല്ലാ തോരനും ചെയ്യുന്ന പോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടി വരട്ടെ. ഇപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 3 വറ്റൽമുളക് ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന ആ അരപ്പും ചേർക്കാം. ഇതിലേക്കൊരു 2 തണ്ട് കറിവേപ്പില. നമ്മൾ കറിവേപ്പില ചേർത്തിട്ടുണ്ടെങ്കിലും അരപ്പിലേക്കാണ് ചേർത്തത്. നമ്മുടെ തോരനിൽ കറിവേപ്പില കാണാനുണ്ടാവില്ലല്ലോ, അതുകൊണ്ടാണ് കറിവേപ്പില ഇപ്പോൾ ചേർക്കുന്നത്. ഇനി ഈ അരപ്പൊന്ന് കുക്കായി വരട്ടെ. 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. തേങ്ങയിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കാം.
നമ്മുടെ തോരന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാനിപ്പോൾ മുഴുവനായിട്ട് ചേർക്കുകയാണ്. ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന തെങ്ങിൻ്റെ ചൊട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ആവി കയറി വരട്ടെ, നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഇളക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ തോരനിൽ മുളക് പൊടി ചേർക്കുന്നതിനേക്കാൾ ടേസ്റ്റ് പച്ചമുളക് ചേർക്കുന്നതാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ മുളക് പൊടിയുടെ ടേസ്റ്റ് നമ്മുടെ തോരൻ്റെ ടേസ്റ്റ് അത്ര കൂട്ടില്ല. എല്ലാ തോരനുകളും നമ്മൾ ചെയ്യുമ്പോൾ മുളക് പൊടി ചേർക്കാതെ പച്ചമുളക് മാത്രം ചേർത്തിട്ട് തോരൻ ഉണ്ടാക്കി നോക്കും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മളിപ്പോൾ നോൺ വെജ് തോരനുകൾ ഉണ്ടാക്കുമ്പോൾ മാത്രമേ നമ്മൾ മുളക് പൊടി ചേർക്കാറുള്ളൂ. വെജ് തോരനുകളെല്ലാം ഉണ്ടാക്കുമ്പോൾ നമ്മൾ കൂടുതലും പച്ചമുളക് ചേർത്തിട്ട് തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. മൺചട്ടി ആയതുകൊണ്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, ചട്ടിയുടെ അടിയിൽ പിടിക്കരുത്. നമുക്കിനി ഇതൊന്ന് അടച്ചു വയ്ക്കാം. എല്ലാം ഒരുമിച്ചാക്കിയിട്ട് ഒന്ന് കുക്കായി വരട്ടെ. ഇപ്പോൾ തന്നെ കണ്ടോ നമ്മുടെ ചൊട്ടയൊക്കെ ഒതുങ്ങി തുടങ്ങി. ഇനി ഒന്ന് ആവി കയറി വരുമ്പോൾ ഒന്നുകൂടി ഒതുങ്ങി വരും. ഇപ്പോൾ നമ്മുടെ തോരൻ ഒരു 1/4 ഭാഗം കുക്കായി കഴിഞ്ഞു. നമുക്കൊന്ന് ഉപ്പും എരിവൊക്കെ ചെക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എരിവ് കുറവാണെങ്കിൽ 2 പച്ചമുളകൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. കുറച്ച് ഉപ്പ് കുറവുണ്ട്, എരിവൊക്കെ കറക്റ്റാണ്. നമുക്ക് വളരെ കുറച്ച് ഉപ്പ് ചേർക്കാം. ഇനി നമുക്കൊന്നുകൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഒരുപാട് കുഴഞ്ഞു പോരുത് കേട്ടോ. വെന്ത് കുഴഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ആയിരിക്കില്ല. കുഴയാതെ ഈ ഒരു പാകത്തിൽ കിട്ടുന്നതാണ് നമ്മുടെ തോരൻ്റെ കറക്റ്റ് ടേസ്റ്റ്. തേങ്ങ ആവശ്യത്തിന് കുക്കാവുകയും ചെയ്യണം. അതിനാണ് നമ്മൾ തേങ്ങ ആദ്യമേ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുത്തത്. ഇപ്പോൾ തേങ്ങയുടെ റോ ടേസ്റ്റൊക്കെ മാറി വന്നപ്പോഴാണല്ലോ നമ്മുടെ തെങ്ങിൻ്റെ ചൊട്ട ഇട്ട് കൊടുത്തത്. ഇപ്പോൾ കണ്ടോ വളരെ കുറഞ്ഞു, ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് നമ്മൾ തോരൻ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ തോരൻ്റെ വേവ് കറക്റ്റായി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ചൂടോടുകൂടി തന്നെ ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വ്യത്യസ്തമായ തോരൻ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ തോരൻ ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി കഴിച്ചു നോക്കണം. തെങ്ങിൻ്റെ ചൊട്ട കിട്ടുകയാണെങ്കിൽ ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ മുറ്റത്ത് നിൽക്കുന്ന തെങ്ങ് ഇപ്പം തന്നെ വെട്ടിക്കോളൂ, ഉടനെ തന്നെ തോരൻ ഉണ്ടാക്കി. ഇതിനു വേണ്ടി മാത്രം തെങ്ങ് വെട്ടുണ്ട് കേട്ടോ. തെങ്ങ് വെട്ടുമ്പോൾ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തെങ്ങിൻ്റെ ചൊട്ട എടുത്ത് വയ്ക്കുക. അതൊന്ന് അതിനുശേഷം ഇതുപോലെ തോരൻ ഉണ്ടാക്കി കഴിച്ചോളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇങ്ങനെയുള്ള തോരനെക്കുറിച്ച്? ഈ തോരനെക്കുറിച്ച് മുൻപ് കേട്ടിട്ടുണ്ടോ എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ തോരൻ ഈസി അല്ലേ, വളരെ ഈസി അല്ലേ. എത്ര സമയം എടുത്തൊരു 5 മിനിറ്റ് ഉണ്ടെങ്കിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ തോരൻ ഉണ്ടാക്കി കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം ഉണ്ടാക്കി കഴിച്ചു കഴിയുമ്പോൾ എന്തെങ്കിലും കഴിച്ചു കഴിയുമ്പോൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.